നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടോർക്ക് ആക്ടിംഗ് ഓൺ എ കറണ്ട് ലൂപ്പ് പഠിച്ചു. ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു എം ബി സൈൻ തീറ്റ, or we can write tau is equal to m cross b, where m equal to nia, n number of turns, I current, a area, so equal to niab sin theta. So ഒരു ലൂപ്പ്, കറണ്ട് ക്യാരിങ് ലൂപ്പ് മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിരിക്കുകയാണെങ്കിൽ ആ മാഗ്നറ്റിക് ഫീൽഡ് ഈ ലൂപ്പിൽ കൊടുക്കുന്ന ടോർക്കാണ് ടോ ഈസ് ഈക്വൽ ടു NIAB സൈൻ തീറ്റ. ഇന്ന് നമുക്ക് ഇതുപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റിനെ കുറിച്ച് പഠിക്കാം. ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേരാണ് മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ. മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് കറണ്ടിൻ്റെ പ്രസൻസ് ഡിറ്റക്റ്റ് ചെയ്യുക. നമ്മൾ ലാബിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കറണ്ടിൻ്റെ പ്രസൻസ്, കറണ്ട് ഉണ്ടോ ഇല്ലയോ എന്ന് ഡിറ്റക്റ്റ് ചെയ്യുക. വളരെ ചെറിയ കറണ്ടുകളൊക്കെ ആണെങ്കിൽ ആ കറണ്ടിൻ്റെ വാല്യൂ അളക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ യൂസ് ചെയ്യുക. ഒരു മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇതുതന്നെയാണ്. ടോർക്ക് ആക്ടിങ് ഓൺ എ കറണ്ട് ലൂപ്പ് ഈസ് ഈക്വൽ ടു NIAB സൈൻ തീറ്റ, അല്ലെങ്കിൽ MB സൈൻ തീറ്റ ഓർ M ക്രോസ് B. സോ ഇതാണ് ഒരു മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ. ഇനി ഒരു മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിൻ്റെ മെയിൻ പാർട്സ് എന്ന് പറയുന്നത്, അതിൽ ഇങ്ങനെ ഒരു റെക്റ്റാങ്കുലർ ഫ്രെയിമിൽ കുറേ കോയിൽസ് ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ട്. റെക്റ്റാങ്കുലർ ഫ്രെയിമിൽ കുറേ കോയിൽസ് ഇങ്ങനെ ഉണ്ടാവും. ഈ കോയിലിൽ കൂടിയാണ് കറണ്ട് ഫ്ലോ ചെയ്യുക. ഇനി ഈ കോയിൽ ഇരിക്കുന്നത് ഒരു മാഗ്നറ്റിക് ഫീൽഡിലായിരിക്കും. ആ മാഗ്നറ്റിക് ഫീൽഡ് ഇപ്പോൾ ഒരു ബാർ മാഗ്നറ്റിൻ്റെ നോർത്ത് പോളിനും മറ്റൊരു ബാർ മാഗ്നറ്റിൻ്റെ സൗത്ത് പോളിനും ഇടയ്ക്കാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. സാധാരണ ബാർ മാഗ്നറ്റുകളുടെ പോൾ എന്ന് പറയുന്നത് നേരെ പ്ലെയിൻ ആണ്. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുക ഒരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ അകത്തേക്ക് കുഴിഞ്ഞ പോൾസ് ഉള്ള ബാർ മാഗ്നറ്റാണ് നമ്മൾ യൂസ് ചെയ്യുക. അകത്തേക്ക് കുഴിഞ്ഞ പോൾസ് ഉള്ള, ഇപ്പോൾ ഇത് നോർത്ത് പോളും ഇത് സൗത്ത് പോളും എന്ന് വിചാരിക്കുക. അകത്തേക്ക് കുഴിഞ്ഞ പോൾസ് ഉള്ള ബാർ മാഗ്നറ്റാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇങ്ങനെ അകത്തേക്ക് കുഴിഞ്ഞ പോൾസ് ആയതുകൊണ്ട് അതിൻ്റെ ഫീൽഡ് ലൈൻസ് എന്ന് വരുന്നത് ഇങ്ങനെ വരും. ഈ ഡയറക്ഷനിലാണ് ഫീൽഡ് ലൈൻസ് വരിക, നേരെ അല്ല. സോ ഇവിടെ ഇങ്ങനെ, സോ ഈ രീതിയിലാണ് ഫീൽഡ് ലൈൻസ് വരിക. അപ്പോൾ ഇങ്ങനെ ഫീൽഡ് ലൈൻസ് വരുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ റേഡിയൽ ഫീൽഡ് എന്നാണ് പറയുക. റേഡിയൽ ഫീൽഡ്. സോ നമ്മൾ ഈ കോയിൽ വെച്ചിരിക്കുന്നത് ഒരു റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡിലാണ്. ഇങ്ങനെ റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ് ആയതുകൊണ്ട് ഈ കോയിൽ ഏത് ഡയറക്ഷനിലോട്ട് ടേൺ ചെയ്താലും ആ ഡയറക്ഷനിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ കാണും. അതായത് എല്ലായ്പ്പോഴും ആംഗിൾ ബിറ്റ്വീൻ ദ ഫീൽഡ് ആൻഡ് ദ കോയിൽ ഈസ് 90 ഡിഗ്രി. സോ റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ് ആയതുകൊണ്ട് എല്ലാ സമയത്തും ആ ഫീൽഡും കോയിലുമായിട്ടുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. സോ എല്ലാ സമയത്തും ടോർക്ക് നമുക്ക് NIAB സൈൻ 90 ഈക്വൽ ടു 1. സോ ടോർക്ക് ഈക്വൽ ടു NIAB എന്ന് എഴുതാൻ സാധിക്കും. സോ റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ് ആയതുകൊണ്ട് ഈ കറണ്ട് ലൂപ്പിൽ, റെക്റ്റാങ്കുലർ ലൂപ്പിൽ ആക്ട് ചെയ്യുന്ന ടോർക്ക് എല്ലായ്പ്പോഴും NIAB ആയിരിക്കും. കാരണം തീറ്റ എല്ലായ്പ്പോഴും 90 ഡിഗ്രിയാണ്. ഇനി ഈ കോയിലിൻ്റെ നടുക്ക് ഒരു സിലിണ്ട്രിക്കൽ സോഫ്റ്റ് അയൺ കോർ, ഇങ്ങനെ സിലിണ്ട്രിക്കൽ ഷേപ്പിലുള്ള ഒരു പച്ചിരുമ്പ് സിലിണ്ടർ, ഒരു സോഫ്റ്റ് അയൺ കോർ വെച്ചിട്ടുണ്ടായിരിക്കും. ഈ സിലിണ്ട്രിക്കൽ സോഫ്റ്റ് അയൺ കോറിൻ്റെ ഉപയോഗം ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകളെല്ലാം ഈ കോയിലിനകത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പോൾ ഈ റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ് വരുന്ന ഫീൽഡ് ലൈൻസിനെ മുഴുവനും ഈ പച്ചിരുമ്പ് കഷ്ണം ഇതിനകത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും. അതായത് മാഗ്നറ്റിക് ഫീൽഡ് മാക്സിമം ആയിട്ട് നമുക്ക് ഈ കോയിലിൽ കിട്ടിക്കോളും. ഇനി ഇവിടെ ഒരു സ്പ്രിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ഈ കോയിലും ഈ സിലിണ്ടറോടെ കൂടി ഇവിടെ ഇങ്ങനെ ഒരു സ്പ്രിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ആ സ്പ്രിങ് എന്ന ഒരു നീഡിലുണ്ടാവും. ദെൻ ഇവിടെയാണ് നമുക്ക് റീഡിങ് എടുക്കാനായിട്ടുള്ള സ്കെയിൽ വരിക. റീഡിങ് എടുക്കാനുള്ള സ്കെയിൽ ഈ നീഡിൽ അനുസരിച്ച്
അപ്പോൾ ഈ കോയിൽ ടോർക്ക് കാരണം കോയിൽ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ സ്പ്രിങ് ടൈറ്റ് ആവും, അതിനനുസരിച്ച് ഈ നീഡിൽ മാറി മാറി വരും, റീഡിങ് മാറി മാറി വരും. അപ്പോൾ ഇത്രയാണ് ഒരു മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിലെ മെയിൻ ആയിട്ടുള്ള പാർട്സ്. അപ്പോൾ ഒരു റെക്ടാങ്കുലർ കോയിൽ ഹാവിങ് എൻ ടേൺസ് ക്യാരിങ് എ കറന്റ് ഐ ഹാവിങ് ഏരിയ ക്യാപിറ്റൽ എ. അപ്പോൾ എൻ ടേൺസ് ഉണ്ട്, ഐ കറണ്ട് കടന്നു പോകുന്നു, എ ആണ് ഏരിയ, ബി മാഗ്നറ്റിക് ഫീൽഡിലാണ് ഈ കോയിൽ വെച്ചിരിക്കുക. മാഗ്നറ്റിക് ഫീൽഡിന് ഒരു പ്രത്യേകതയുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡാണ്. റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ് ആയതുകൊണ്ട് എല്ലായ്പ്പോഴും ആംഗിൾ തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി ആൻഡ് ദ ടോർക്ക് ടോ ഈസ് മാക്സിമം. എല്ലായ്പ്പോഴും ടോർക്ക് എന്ന് പറയുന്നത് NIAB മാക്സിമം ആയിരിക്കും. ഇനി ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇതിനകത്തൂടെ ഈ കോയിലിൽ കൂടി ഐ കറണ്ട് ഫ്ലോ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഇങ്ങനെ കോയിലിൽ കൂടി ഐ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഒരു ടോർക്ക് കൊടുക്കും. ടോ ഈസ് ഈക്വൽ ടു NIAB. നമ്മൾ പറഞ്ഞു ടോ ഈസ് ഈക്വൽ ടു NIAB. ഇങ്ങനെ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഒരു ടോർക്ക് കൊടുക്കുമ്പോൾ ഈ കോയിൽ ടേൺ ചെയ്യും. കോയിൽ ടേൺ ചെയ്യുമ്പോൾ ഈ സ്പ്രിങ് ടൈറ്റ് ആവാൻ തുടങ്ങും. അങ്ങനെ സ്പ്രിങ് ടൈറ്റ് ആകുമ്പോൾ സ്പ്രിങ്ങിനകത്ത് ഇതിനെതിരായിട്ടൊരു ടോർക്ക് ഉണ്ടാകും. ആ സ്പ്രിങ്ങിനകത്തുണ്ടാകുന്ന കൗണ്ടർ ടോർക്കിനെ നമുക്ക് K∅ എന്നെടുക്കാം. K എന്ന് പറയുന്നത് നമ്മൾ കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റ് എന്ന് പറയും. ഒരു ആംഗിൾ തിരിയുമ്പോഴുള്ള റീസ്റ്റോറിങ് ടോർക്ക്, അല്ലെങ്കിൽ കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റ് എന്ന് പറയും. 1 ഡിഗ്രി തിരിയുമ്പോഴുള്ള അതിൻ്റെ റീസ്റ്റോറിങ് ടോർക്കാണ് K. അപ്പോൾ 5 ഡിഗ്രി തിരിഞ്ഞാൽ K∅ എന്ന് പറയുന്നതാണ് റീസ്റ്റോറിങ് ടോർക്ക്. സോ ഇത് മാഗ്നറ്റിക് ടോർക്ക്, മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്ത ടോർക്ക്, ഇത് സ്പ്രിങ് കൊടുത്ത ടോർക്ക്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഒരു സൈഡിലേക്ക് ഇതിനെ ടേൺ ചെയ്യാൻ നോക്കും. അതിനനുസരിച്ച് സ്പ്രിങ് ടൈറ്റൻ ആകും തോറും സ്പ്രിങ് ഇതിനെ എതിർക്കാൻ നോക്കും. ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ ഇക്വിലിബ്രിയം എത്തും. ഇക്വിലിബ്രിയം എത്തിക്കഴിയുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്ത ടോർക്കും സ്പ്രിങ് കൊടുക്കുന്ന കൗണ്ടർ ടോർക്കും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആകും. സോ നമുക്ക് NIAB ഈസ് ഈക്വൽ ടു K∅ എന്ന് എഴുതാം. ഓർ I ഈസ് ഈക്വൽ ടു K∅ divided by NAB. I is equal to K∅ divided by NAB or I proportional to phi. ആംഗിൾ മാറുന്നതിനനുസരിച്ച്, കറണ്ട് കൂടുന്നതിനനുസരിച്ച് ആംഗിൾ മാറി മാറി വരും. സോ നമുക്ക് ഇങ്ങനെ എഴുതാനായിട്ട് പറ്റും. സോ ഇതാണ് ഒരു മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിൻ്റെ വർക്കിംഗ് എന്ന് പറയുക. ഇനി ഗാൽവനോമീറ്ററിൻ്റെ 2 ഇമ്പോർട്ടൻ്റ് ടേംസ് ആണ്. ഒന്ന് കറണ്ട് സെൻസിറ്റിവിറ്റി. കറണ്ട് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഡിഫ്ലക്ഷൻ പെർ യൂണിറ്റ് കറണ്ട്. സോ കറണ്ട് സെൻസിറ്റിവിറ്റി ഈസ് ഈക്വൽ ടു phi ഡിവൈഡഡ് ബൈ I. phi ഡിവൈഡഡ് ബൈ I. സോ ഇക്വേഷൻ 1 എടുക്കുകയാണെങ്കിൽ ഇക്വേഷൻ 1-നകത്തുനിന്ന് phi ബൈ I ഈസ് ഈക്വൽ ടു NAB divided by K. Phi by I is equal to NAB divided by K. അതുപോലെ അടുത്ത ഒരു ടേമാണ് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി. വോൾട്ടേജ് സെൻസിറ്റിവിറ്റി that is equal to deflection per unit voltage. So it is equal to phi by V, that is equal to phi divided by വോൾട്ടേജിൻ്റെ സ്ഥാനത്ത് I into R എന്ന് എഴുതാമല്ലോ. V is equal to IR. സോ phi ഡിവൈഡഡ് ബൈ IR. phi ബൈ I നമുക്കറിയാം NAB ബൈ K ആണ്. സോ NAB ഡിവൈഡഡ് ബൈ KR. ഇതാണ് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി. അപ്പോൾ കറണ്ട് സെൻസിറ്റിവിറ്റി ഈസ് ഈക്വൽ ടു ഡിഫ്ലക്ഷൻ പെർ യൂണിറ്റ് കറണ്ട് NAB ബൈ K. വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഈസ് ഈക്വൽ ടു ഡിഫ്ലക്ഷൻ പെർ യൂണിറ്റ് വോൾട്ടേജ്, ദാറ്റ് ഈസ് phi ബൈ V ഈക്വൽ ടു phi ബൈ IR ഈക്വൽ ടു NAB ബൈ KR. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്നിൻ്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് കറണ്ട് സെൻസിറ്റിവിറ്റി കൂടും. പക്ഷേ എന്നിൻ്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി കൂടിയല്ല. കാരണം എന്നിൻ്റെ വാല്യൂ കൂടുക, എന്നെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള കോയിലിൻ്റെ എണ്ണമാണ്. കോയിലിൻ്റെ എണ്ണം കൂടും തോറും റെസിസ്റ്റൻസ് കൂടി കൂടി വരും.
സോ N/R എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. N 10 ആയാൽ 6 അത്രയും 10 മടങ്ങായാൽ 6 10 മടങ്ങാകും. N പകുതിയായാൽ 6 പകുതിയാകും. സോ N/R എല്ലായ്പ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ N നമ്പർ ഓഫ് ടേൺസ് ചേഞ്ച് ചെയ്താൽ കറണ്ട് സെൻസിറ്റിവിറ്റി മാത്രമേ ചേഞ്ച് ചെയ്യുള്ളൂ, വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ചേഞ്ച് ചെയ്യല. ഇത്രയും കാര്യങ്ങളാണ് മൂവിങ് കോയിൽ ഗാൽവാമീറ്ററിൽ നമുക്ക് ഓർത്തിരിക്കാനുള്ളത്.